നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി അഴകോടെ നെല്ലിക്കുഴി എന്ന മുദ്രാവാക്യം ഉയർത്തി നെല്ലിക്കുഴി ഗ്രാമത്തെ ഹരിത ശുചിത്വ ഗ്രാമമായി കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര ശൂന്യ വേസ്റ്റ് ദിനമായി മാർച്ച് 30-ന് കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി അഴകോട് നെല്ലിക്കുഴി എന്ന മുദ്രാവാക്യം ഉയർത്തി നെല്ലിക്കുഴി ഗ്രാമത്തെ ഹരിത ശുചിത്വ ഗ്രാമമായി കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ പ്രഖ്യാപിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ഇവിടുത്തെ ജനസംഖ്യയെ കൂടാതെ ഓരോ ദിവസവും ഇവിടെ വന്നു പോകുന്ന നിലയിൽ കാര്യങ്ങൾ വരുമ്പോൾ മറ്റേതൊരു പ്രദേശത്തു നിന്നും വ്യത്യസ്തമായി മാലിന്യ പ്രശ്നം അത് കൂടുതലായി കാണുമെന്നുള്ള കാര്യം നമുക്കാർക്കും സംശയിക്കേണ്ടതില്ല. കേരളം നേരിടുന്ന ഈ ഒരു വലിയ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ചെറുതും വലുതുമായ ഒരുപാട് ഇടപെടലൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഇടപെടലെല്ലാം നടത്തുമ്പോഴും ഓരോ ദിവസം കഴിയും തോറും ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമായി വരികയാണ്. നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ അത് ഇതിലും മനോഹരമായി വരും തലമുറയ്ക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കെല്ലാവർക്കുമുണ്ട്. അപ്പോൾ ആ ഒരു തിരിച്ചറിവോടുകൂടി ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. ഇവിടെ ഒരുപാട് ഈ പ്രശ്നം ഏറ്റവും കോതമംഗലത്ത് 8 പഞ്ചായത്തും നഗരസഭയും ഉള്ളതിൽ മറ്റ് 7 പഞ്ചായത്തിലുമോ നഗരസഭയിലും ഇല്ലാത്ത നിലയിൽ ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമാണ് നെല്ലിക്കുഴി. അതിൻ്റെ പ്രത്യേകതകൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ എല്ലാവരും അതിനോട് സഹകരിച്ചു. ചെറപ്പടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും ഹരിത അയൽക്കൂട്ടങ്ങളായി മാറിയ പ്രഖ്യാപനവും പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും സ്ഥാപനങ്ങളും എന്നിവ ബന്ധിപ്പിച്ച് ഹരിതമിത്രം ഓൺലൈൻ ആപ്പ് 100% കൈവരിച്ച് മാതൃകയായ ഹരിതശ്രീ അംഗങ്ങളെ ആദരിക്കലും വാർഡിലെ ഹരിത പ്രവർത്തനം നടത്തി മാതൃകയായ വീടുകളെയും സ്ഥാപനങ്ങളെയും ആദരിക്കലും നടത്തി. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം, പഞ്ചായത്ത് സ്ഥിരസമിതി അംഗങ്ങളായ MB ജമാൽ, MM അലി, മൃദുല ജനാർദ്ദനൻ, CDS ചെയർപേഴ്സൺ ആയിഷ അലി, രമ്യ KP തുടങ്ങിയവർ പങ്കെടുത്തു. അലക്ഷ്യമായി പരിസരത്തെ നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.